നമസ്കാരം. മലയാളികളുടെ സ്വന്തം എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളിലൂടെ ഒരു തവണ പോലും സഞ്ചരിക്കാത്ത മലയാളികളെ ഉണ്ടാകില്ല, അല്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അദ്ദേഹം നായകനാണോ വില്ലനാണോ? നമുക്ക് പരിശോധിച്ചു നോക്കാം എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച എന്ന വിഷയത്തിലേക്ക്. മലയാള സാഹിത്യത്തിലെ ഇതിഹാസ തുല്യനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്വകാര്യ ജീവിതവും സാഹിത്യ ലോകവും വീണ്ടും ചർച്ചയാവുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ പങ്കാളിയായിരുന്ന, പിന്നീട് വിസ്മൃതിയിലേക്ക് മറഞ്ഞുപോയ പ്രമീള നായർ എന്ന സ്ത്രീയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ഇപ്പോൾ വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. സാഹിത്യത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും വ്യക്തികളുടെ സ്വകാര്യതയും തമ്മിലുള്ള അതിർവരമ്പുകളെ കുറിച്ചുള്ള വളരെ ഗൗരവകരമായ സംവാദങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു മഹാവൃക്ഷത്തിന്റെ തണലിൽ ബാഷ്പീകരിക്കപ്പെട്ടു പോയെന്ന് പറയപ്പെടുന്ന ഒരു പ്രതിഭയുടെ വീണ്ടെടുപ്പാണോ അതോ മഹാനായ ഒരു എഴുത്തുകാരനെതിരെയുള്ള ബോധപൂർവമായ കടന്നാക്രമണമാണോ ഈ വിവാദം എന്നത് സാംസ്കാരിക ലോകത്തെ രണ്ട് തട്ടിലാക്കി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും മലയാള സാഹിത്യത്തിലെ കുലപതി MT വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ പ്രമീള നായരെ സംബന്ധിച്ച വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സജീവമായി നടക്കുന്നുണ്ട്. എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്ന പ്രമീള നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി ദീദി ദാമോദരനും HM കുട്ടിയും ചേർന്ന് രചിച്ച MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകമാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1965 MT വിവാഹം ചെയ്ത പ്രമീള നായർ 76 ആ ബന്ധം വേർപെടുത്തിയിരുന്നു. പിൽക്കാലത്ത് മകൾ സിത്താരയ്ക്കൊപ്പം അമേരിക്കയിൽ താമസിച്ച അവർ 99 അന്തരിച്ചത്. MTയുടെ മഞ്ഞ്, നിർമാല്യം തുടങ്ങിയ പ്രശസ്ത കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയായിരുന്നു. നിലവിലെ വിവാദത്തിന്റെ പ്രധാന കാരണം പുസ്തകത്തിലെ ഉള്ളടക്കം വസ്തുതാവിരുദ്ധവും MTയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മോശമായി ചിത്രീകരിക്കുന്നതുമാണെന്ന മക്കളുടെ ആരോപണം തന്നെയാണ്. അതായത് MTയുടെ മക്കളായ സിത്താര നായരും അശ്വതി നായരും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുസ്തകം തങ്ങളുടെ പിതാവിനെ തേജോവധം ചെയ്യാനും അതുപോലെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ആരോപിച്ചു. കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്നും പുസ്തകം ഉടൻ പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അന്തരിച്ച വ്യക്തികളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ലാഭേച്ഛയോടെയുള്ള നീക്കമാണെന്നും മക്കൾ വിമർശിക്കുന്നുണ്ട്. എന്നാൽ പുസ്തകം MTയെ കുറിച്ചല്ല എന്നും മറിച്ച് വിസ്മൃതിയിലായ എഴുത്തുകാരി പ്രമീള നായരെ കുറിച്ചാണെന്നുമാണ് രചയിതാക്കളുടെ നിലപാട്. പ്രമീളയുടെ ജീവിതം രേഖപ്പെടുത്താൻ അവരുടെ കുടുംബത്തിന്റെ അനുവാദം ആവശ്യമില്ല എന്നും ആരെയും വേദനിപ്പിക്കാൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ദീദി ദാമോദരൻ പ്രതികരിച്ചു. പുസ്തകത്തിലെ ഏതെങ്കിലും ഭാഗം സങ്കടകരമാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ അത് പരിശോധിക്കാമെന്നും എന്നാൽ പ്രമീള എന്ന വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത് പ്രധാനമാണെന്നും അവർ വാദിക്കുന്നു. സാഹിത്യ ലോകത്തെ ഈ ചർച്ച ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും വലിയ സംവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. വിവാദമായ MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും എഴുത്തിലെ ധാർമ്മികതയും തമ്മിലുള്ള സംഘർഷത്തിന്റെ മുകളിലാണ്. പ്രമീള നായർ എന്ന എഴുത്തുകാരിയെ മലയാള സാഹിത്യ ചരിത്രത്തിൽ വേണ്ട വിധം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നും MT എന്ന മഹാവൃക്ഷത്തിന്റെ തണലിൽ അവർക്ക് അർഹമായ ഇടം ലഭിച്ചിട്ടില്ല എന്നും പുസ്തകം വാദിക്കുന്നുണ്ട്. പ്രമീളയുടെ കത്തുകളും ഡയറി കുറിപ്പുകളും ആധാരമാക്കി രചിച്ച ഈ കൃതിയിൽ അവരുടെ ഏകാന്തതയും മാനസിക സംഘർഷങ്ങളും തുറന്നു പറയുന്നുമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം, പ്രത്യേകിച്ച് അന്തരിച്ച ഒരാളുടെ ഡയറി കുറിപ്പുകൾ അവരുടെ മക്കളുടെ അനുവാദമില്ലാതെ പരസ്യപ്പെടുത്തുന്നത് എത്രത്തോളം ശരിയാണ് എന്നതാണ് സിത്താരയും അതുപോലെ അശ്വതിയും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സാഹിത്യ ലോകത്ത് ഈ വിവാദം രണ്ട് ചേരിയിലുള്ള അഭിപ്രായങ്ങൾക്കാണ് വഴിമരുന്നിട്ടത്. ഒരു വിഭാഗം വായനക്കാർ കരുതുന്നത് ചരിത്രത്തിൽ നിന്നും വിസ്മരിക്കപ്പെട്ട ഒരു സ്ത്രീയെ വീണ്ടെടുക്കാനുള്ള ധീരമായ ശ്രമമാണ് ദീദി ദാമോദരൻ നടത്തിയത് എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം MTയെ പോലൊരു വലിയ എഴുത്തുകാരന്റെ വ്യക്തി ജീവിതത്തെ വിചാരണ ചെയ്യുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് എന്നതാണ് വിമർശന കാരണമായിട്ട് പറയുന്നത്. പുസ്തകത്തിൽ MT ഒരു പ്രത്യേക രീതിയിൽ നെഗറ്റീവായി അവതരിപ്പിച്ചു എന്ന മക്കളുടെ പരാതി ഗൗരവകരം തന്നെയാണ്. ഇത് കേവലം ഒരു ജീവചരിത്ര കുറിപ്പല്ല, മറിച്ച് MTയെയും പ്രമീളയെയും കുറിച്ചുള്ള ഏകപക്ഷീയമായ വ്യാഖ്യാനമാണ് എന്നാണ് മക്കളുടെ വാദം. പ്രസാധകരായ മാതൃഭൂമി ബുക്സിനെതിരെയും മക്കൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് പുസ്തകം പുറത്തിറക്കിയത് എന്നാണ് ഇവരുടെ പക്ഷം. നിലവിൽ ഈ തർക്കം നിയമപരമായ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശവും തമ്മിലുള്ള നിയമപരമായ പോരാട്ടമായി ഇത് മാറിയേക്കാം. പ്രമീള നായരുടെ വിവർത്തനങ്ങളും സാഹിത്യ സംഭാവനകളും ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം വിവാദങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തിന് ചുറ്റും കറങ്ങുന്നു എന്നത്
ഈ വിഷയത്തിലെ മറ്റൊരു നിർഭാഗ്യകരമായ വശം തന്നെയാണ്. ദീദി ദാമോദരൻ, HB കുട്ടി എന്നിവർ ചേർന്ന് എഴുതിയ MT സ്പേസ് ബാഷ്പീകൃതയുടെ 6-ാം വിരൽ എന്ന പുസ്തകം വിവാദമാകാൻ പ്രധാന കാരണം അത് MT വാസുദേവൻ നായർ എന്ന ബിംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്ന തോന്നൽ ഉളവാക്കിയത് കൊണ്ട് മാത്രമാണ്. അതായത് MTയുടെ ആദ്യ ഭാര്യ പ്രമീള നായരുടെ സ്വകാര്യ ഡയറി കുറിപ്പുകളും കത്തുകളും അടിസ്ഥാനമാക്കിയതാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത്. ബാഷ്പീകൃത അതായത് ഇവാപറേറ്റഡ് എന്ന പ്രയോഗത്തിലൂടെ പ്രമീള എന്ന വ്യക്തിയും എഴുത്തുകാരിയും MTയുമായുള്ള വിവാഹ ജീവിതത്തിൽ അദൃശ്യയാക്കപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെട്ടു എന്ന വലിയൊരു രാഷ്ട്രീയ വായനയ്ക്കാണ് പുസ്തകം ശ്രമിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ സാഹിത്യ നായകനായി MT തിളങ്ങി നിന്നപ്പോൾ അദ്ദേഹത്തിന് തുല്യമായ പ്രതിഭ ഉണ്ടായിരുന്നിട്ടും പ്രമീള നിശബ്ദയാക്കപ്പെട്ടത് പുരുഷാധിപത്യപരമായ കുടുംബ പശ്ചാത്തലം കൊണ്ടാണെന്ന സൂചനകൾ ഈ പുസ്തകം നൽകുന്നുണ്ട്. ഈ പുസ്തക വിവാദത്തെ ആളിക്കത്തിക്കാൻ മറ്റൊരു കാരണം അതിലെ ഉള്ളടക്കം MTയുടെ സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളെ വിചാരണ ചെയ്യുന്നു എന്ന മക്കളുടെ ആരോപണം തന്നെയാണ്. പ്രമീള നായരുടെ അതീവ വ്യക്തിപരമായ വികാരങ്ങളും സംഘടനകളും അടങ്ങിയ ഡയറി കുറിപ്പുകൾ അവരുടെ മകളുടെ പോലും അനുവാദമില്ലാതെ പരസ്യപ്പെടുത്തത് ധാർമ്മികമായി തെറ്റാണെന്ന് സിത്താര നായരും അശ്വതി നായരും വാദിക്കുന്നുണ്ട്. അന്തരിച്ച ഒരാളുടെ സ്വകാര്യതയെ വിപണനത്തിനായി ഉപയോഗിച്ചു എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കൂടാതെ പുസ്തകത്തിന്റെ ടൈറ്റിലിൽ MT എന്ന പേര് ബോധപൂർവം ഉൾപ്പെടുത്തിയത് വായനക്കാരെ ആകർഷിക്കാനുള്ള തന്ത്രമാണെന്നും ഇത് MTയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും മക്കൾ കരുതുന്നുണ്ട്. എഴുത്തുകാരിയായിട്ടുള്ള ദീദി ദാമോദരന്റെ നിലപാട് പ്രമീള നായർ എന്ന സ്ത്രീക്ക് അർഹിച്ച പരിഗണന ചരിത്രത്തിൽ നൽകുക എന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മക്കൾ ഇതിനെ കാണുന്നത് തങ്ങളുടെ മാതാപിതാക്കളുടെ സ്വകാര്യ ജീവിതത്തെ പൊതുമാധ്യത്തിൽ വിചാരണ ചെയ്യുന്ന ഒന്നായിട്ടാണ്. ഈ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സാംസ്കാരിക കേരളത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. പ്രമീളയുടെ ജീവിതകഥ എന്നതിലുപരി MTയെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ എന്ന നിലയിലാണ് പുസ്തകം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് വിവാദം ഇത്രത്തോളം വഷളാകാൻ കാരണവുമായിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. അതായത് ദീദി ദാമോദരന്റെ പുസ്തകം MTയുടെ കൃതികളിലെ സ്ത്രീകളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സ്ത്രീകളെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് പുതിയൊരു വായന അവതരിപ്പിക്കുന്നത്. MTയുടെ കഥകളിലും നോവലുകളിലും നമ്മൾ കാണുന്ന സ്ത്രീകൾ, ഉദാഹരണത്തിന് മഞ്ഞിലെ വിമലയോ നിർമാല്യത്തിലെ നാരദിയോ അതീവമായിട്ടുള്ള വൈകാരിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരും അതുപോലെ ഏകാന്തത അനുഭവിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ MTയുടെ പങ്കാളിയായിരുന്ന പ്രമീള നായർ സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായ ഏകാന്തത അനുഭവിച്ചിരുന്നു എന്നും അത് സാഹിത്യ ലോകം തിരിച്ചറിഞ്ഞില്ല എന്നും പുസ്തകം പറയുന്നുണ്ട്. MTയുടെ കൃതികളിൽ സ്ത്രീകളുടെ മനോവ്യതകൾ മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് ജീവിച്ചിരുന്ന അതായത് ഒപ്പം ജീവിച്ചിരുന്ന പ്രമീളയുടെ ആത്മസംഘർഷങ്ങൾ അതേ എഴുത്തുകാരൻ കണ്ടില്ലെന്ന് നടിച്ചു എന്നൊരു വിമർശനാത്മകമായ നിരീക്ഷണം പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രമീള നായരുടെ വിവർത്തന മികവിനെ MTയുടെ സാഹിത്യ പ്രഭാവം വിഴുങ്ങിക്കളഞ്ഞു എന്നതാണ് പുസ്തകം ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. MTയുടെ വിഖ്യാത കൃതിയായ മഞ്ഞ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയായിരുന്നു. എന്നാൽ ഈ കൃതി ലോകശ്രദ്ധ നേടിയപ്പോൾ വിവർത്തക എന്ന നിലയിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം വേണ്ട വിധം ലഭിച്ചില്ലെന്ന് ദീദി ദാമോദരൻ നിരീക്ഷിക്കുന്നുണ്ട്. MTയുടെ രചനകളിലെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ വെറും സാഹിത്യ രചനകൾ മാത്രമാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഒരു പാട്രിയാർക്കൽ അതായത് പുരുഷാധിപത്യ നിലപാടുകാരനായിരുന്നുവെന്നും സ്ഥാപിക്കാനുള്ള ശ്രമം പുസ്തകത്തിലുണ്ട് എന്ന് വായനക്കാരും പറയുന്നുണ്ട്. ഇത് MT എന്ന പ്രതിഭയെ ആരാധിക്കുന്നവരെയും അദ്ദേഹത്തിന്റെ കൃതികളെ വൈകാരികമായി സമീപിക്കുന്നവരെയും ഒരുപോലെ ചൊടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. ചുരുക്കത്തിൽ MTയുടെ സാഹിത്യത്തിലെ സ്ത്രീയും ജീവിതത്തിലെ സ്ത്രീയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. പ്രമീള നായർ എഴുതിയ ഡയറി കുറിപ്പുകളിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് MTയുടെ സർഗാത്മക ലോകത്തിന് പിന്നിൽ ഹോമിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി അവരെ പുസ്തകം ചിത്രീകരിക്കുന്നുണ്ട്. ഈ പുനർവായന MTയുടെ ആരാധകർക്ക് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമമായി തോന്നിയെന്നത് വിവാദം കനക്കാൻ കാരണവുമായി. ഒരു വലിയ എഴുത്തുകാരന്റെ തണലിൽ മറ്റൊരു പ്രതിഭ ബാഷ്പീകരിക്കപ്പെട്ടു പോയി എന്ന ദീദി ദാമോദരന്റെ വാദം മലയാള സാഹിത്യത്തിലെ പദവികളെയും അധികാരങ്ങളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്കും ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. MTയുടെ മക്കളായിട്ടുള്ള സിത്താരയും അശ്വതിയും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുസ്തകം പിതാവിനെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രമീള നായരുടെ അതീവ സ്വകാര്യമായിട്ടുള്ള ഡയറി കുറിപ്പുകൾ കുടുംബത്തിന്റെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിച്ചത് മൗലിക അവകാശങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ അമ്മയുടെ സ്വകാര്യതയുടെയും ലംഘനമാണെന്ന് അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വ്യക്തിയുടെ മരണശേഷം അവരുടെ സ്വകാര്യ രേഖകൾ വക്രീകരിച്ച് ലാഭത്തിനായി അതായത് വിപണന ലാഭത്തിനായി ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ച പുസ്തകം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി രംഗത്ത് വന്നു. MTയെ ഒരു സ്ത്രീവിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം
പുസ്തകത്തിന് പിന്നിൽ ഉണ്ട് എന്നും മക്കൾ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഇത് വായിച്ചു മാത്രം നമുക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളതാണ്. ഞാനിപ്പോൾ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. ഈ പുസ്തകം വായിച്ചവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ MT ഇങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ MT വിമർശിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.